കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. പരാജയങ്ങളും ദുരിതങ്ങളും ജീവിതത്തെ പിന്നോട്ട് വലിക്കുമ്പോൾ ഓർക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പെയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത്. ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ചാരാൻ ഒരു തൂണില്ലെങ്കിൽ നാം നിവർന്നു നിൽക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തമായി പരിഹരിച്ചില്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നില്ല. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരികയുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെയ്പ്പുകളായി തീരണം. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക. തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക. ബന്ധങ്ങൾ സ്വയം തകരില്ല. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും. ആരും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല. കാണിക്കുന്ന സ്നേഹവും തരുന്ന വിശ്വാസവും എല്ലാം വെറുതെ ആയിരിക്കാം. എല്ലാവർക്കും സ്വന്തം ജീവിതം തന്നെയാണ് വലുത്. അവിടെ ആത്മാർത്ഥത കാണിക്കുന്നവർക്കാണ് എല്ലാ നഷ്ടങ്ങളും സംഭവിക്കുക. അത് സൗഹൃദമായാലും പ്രണയമായാലും കുടുംബമായാലും. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കൂ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ച് പോയാൽ എന്തും ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ച് പോവില്ല. പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. ജീവിതത്തിൽ ചെറിയ ഒരു റിസ്കെങ്കിലും എടുക്കാത്തവർക്ക് ഒന്നും നേടാനാവില്ല. ചിലപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വരും. എന്നാൽ അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ നിങ്ങളെ അടുത്ത തവണ കൂടുതൽ കരുത്തുറ്റവരാക്കും. നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റുകളായിരിക്കും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. പ്രശംസയും വിമർശനവും സ്വീകരിക്കുക. കാരണം ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്. ഒരുവൻ തന്നെയാണ് അവൻ്റെ രക്ഷകൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ഗുണദോഷിക്കുക. സ്വയം പരിശോധിക്കുക. അപ്രകാരം നിരന്തര ബോധത്തിലൂടെ ആത്മരക്ഷ ചെയ്യുന്നവൻ ശാന്തിയിൽ എത്തിച്ചേരും. ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക.